പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവർ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതി വായിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്, തലയോട്ടിലെ സിസ്റ്റുകൾ കാണിക്കുന്നുണ്ട്, ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, പിസിഒടി രോഗികൾ, അരസിസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസനത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ആ വചനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോകാം. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ നല്ല നിലത്താണ് വീണത്, പക്ഷെ വിത്തുകൾക്ക് ഒരേ സ്ഥലത്ത് വീണിട്ടും പല വിളവാണ്. അതല്ലേ പ്രശ്നം. ഇപ്പൊ നമ്മൾ 30 മേനി കണ്ടു കഴിഞ്ഞ് വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ആണ് 60 മേനി. അത് ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ കാണുന്നത് എന്താ അറിയാവാ? 100 മേനിയാണ്. 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ് 100 മേനി? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശയ്ക്കുണ്ടാകുന്ന ഒരു വിഷയം. പ്രത്യാശയല്ല 60 മേനി. പഴയകാല അനുഭവങ്ങൾ ഇപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ, ഈ വിശ്വാസത്തിലൊരു വിഷയം ചെയ്യണത് ഓരോടെ സഡൻ ആർക്കും കയറി വിശ്വാസത്തിൽ വർത്തമാന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു, അവർക്കത്
അനുഭവമായി മാറുന്നു. പക്ഷേ അതാണ് സാധാരണ കേവല വിശ്വാസം. വർത്തമാനകാലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് അപ്പം തന്നെ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ അത് 30 മേനിയേ ഉള്ളൂ. നമ്മൾ പ്രത്യാശിക്കുന്നു പറയുമ്പോൾ വർത്തമാനകാല അനുഭവം മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മുടെ പാസ്റ്റായിട്ടുള്ള അനുഭവങ്ങളില്ലേ, അതാണ് കുറച്ചുകൂടി ഗ്രോണപ്പ്, കർത്താവിൽ കുറച്ചുകൂടി വളർന്ന ആൾക്കാർക്കാണ് പ്രത്യാശ വരണത്. കഷ്ടത സഹനശീലവും എന്നല്ലേ പറയണത്. റോമ 5:4-5. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന്. അതായത് കഷ്ടത സഹനശീലം ഉളവാക്കുന്നു. കഷ്ടത എന്താ ഉളവാക്കുന്നത്? സഹനശീലം ആത്മധൈര്യം ഉളവാക്കുന്നു. ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ നമ്മൾ നിരാശയാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതെല്ലാം കഷ്ടത സഹനശീലമാണ്. അപ്പോൾ ശീലം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ശീലമല്ല. ശീലം എന്ന് പറഞ്ഞാൽ എന്താണത്? ഹാബിറ്റ്. വാട്ട് ഇസ് ഹാബിറ്റ്? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ, അതാ കഷ്ടത സഹന. പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മളെ പല കാര്യങ്ങളിൽ ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വിശ്വസിച്ചു, അപ്പോൾ നമുക്ക് സഹനം വന്നു. ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു, പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ. അതിൽ നമുക്ക് ഡെലിവറായി, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കത് വിശ്വാസമായി, അപ്പോൾ അതൊക്കെ അനുഭവമായി. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആണ് ഇപ്പം അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് കണ്ട. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ്. ഫെബ്രുവരി 12:1 എടുത്തേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യാശ ആസ്പദങ്ങള് നമ്മുടെ പൂർവ്വകാല ദൈവാനുഭവങ്ങൾ മാത്രമല്ല, മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രത്യാശയുടെ ആസ്പദമാണ്. പക്ഷേ ഇതൊരു മെച്യൂർ ക്രിസ്ത്യനാണ്, കുറച്ചുകൂടി ഗ്രോണപ്പായി. എങ്ങനെ ഗ്രോണപ്പായി? അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മെച്യൂർ ക്രിസ്ത്യൻസ്. അവന് പാരമ്പര്യമുണ്ട്. പാരമ്പര്യം പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുത്തത് നമുക്ക് ആസ്തിയാണ്. അതുപോലെ നമ്മുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച ആസ്തിയാണ്. അതാണ് പ്രത്യാശ. ഇനി അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും 60 മേനിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി എന്താ പറയണത്? 100 മേനിയുണ്ട്. അതെന്താണ്? സ്നേഹം. നമ്മൾ ആദ്യം വിശ്വാസത്തിൽ വിതക്കുന്നവർ 30 മേനി, പ്രത്യാശ വിതക്കുന്നവർ 60 മേനി. പിന്നെന്താ പറഞ്ഞത്? സ്നേഹത്തിൽ വിതക്കുന്നത്. അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. ഒരു കുരുവിട്ട, ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോൾ 100 വിത്തുകൾ നമുക്ക് കിട്ടും. ഗലാത്യർ 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗ്യാപ്പില്ല. പ്രത്യാശക്ക് ഒരു കുഴപ്പമുണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വിട്ടു പിടിക്കും. ഇപ്പം നമ്മൾ മോട്ടറ് വെള്ളം അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങനെ വരത്തില്ലേ? നമ്മൾ ആ ഓസ് നോക്കുമ്പോൾ കുറച്ച് വെള്ളം ചാടി വരും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ട്. പ്രത്യാശയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം സ്നേഹത്തിന് അങ്ങനെയല്ല. സ്നേഹം 100 മേനി കൊയ്യണമെന്ന് പറഞ്ഞ കാര്യം ഗ്യാപ്പില്ല, ഇടയ്ക്ക് ഗ്യാസൊന്നും കയറുന്നില്ല.
ഇടയ്ക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട്, അങ്ങനെ വരത്തില്ല. 100 എല്ലാ സമയത്തും ഒരുപോലെ. അതാണ് സ്നേഹത്താൽ നിരതത്തിനാണ് പ്രാധാന്യം അവിടെ. പ്രവർത്തനമൊക്കെ മുകളിലുണ്ടല്ലോ, ആ പ്രവർത്തനം ആദ്യം പോലെ ഉണ്ടല്ലോ. വിശ്വാസം പ്രവർത്തനം മൂലമാണ് നീതീകരിക്കണമെന്നുണ്ടല്ലോ. പക്ഷെ നിരതമായിരിക്കത്തില്ല, അവിടെ ഗ്യാപ്പ് വരും. എല്ലാവരുടെയും അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ്, എൻ്റെ ഉൾപ്പെടെ. എന്താ കാര്യം, പെട്ടെന്നൊരു ചൈതന്യം കയറി നടക്കുന്നത് ചില ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ. ഇപ്പം ഞാൻ തന്നെ, എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇത് നേരത്തെ ആകാമായിരുന്നല്ല. പക്ഷെ നേരത്തെ ആയില്ല, ഗ്യാപ്പ് വരുന്ന അവിടെ. അതാണ്. അപ്പം ഇതങ്ങനെയല്ല. സ്നേഹമുള്ളവന് നിരത ഉണ്ടാവും, ഗ്യാപ്പ് വരത്തില്ല. അപ്പം കുറച്ച് ആൾക്കാർ ആരംഭശൂരത്തും കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ കൃത്യം വന്നുകൊണ്ടിരിക്കും. 2-3 ആഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൻ വന്ന് വയ്യാവേലി വിളിച്ചുകൊണ്ട് പോയി നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിടണമെന്ന് നിനക്കത് മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് എന്ത് കൊണ്ടുവന്ന് വേണ്ടത്, നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഭയങ്കര പറ്റിലുണ്ടാവും. ആക്കെ കേൾക്കുക, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, കേൾക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അല്ല ഇത് കേൾക്കണം, ഇത് കേട്ടേ പറയത്തുള്ളൂ, ഇത് ചെറിയൊരു മിറ്റമുള്ളതൊക്കെ പറയുകയാണ്. നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച് സ്നേഹത്തിൻ്റെ ചിറകിൽ ധരിച്ചൊരു എന്നെ കണ്ടില്ലേ. അതാണ് ഈശോ പറയണത്. ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ നേരത്തെ, ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രെയർ നല്ലതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യണ ഒറ്റക്ക്, നിങ്ങളുടെ കൂടെ ചെയ്യണ കാര്യങ്ങളില്ല, അതൊക്കെ മുമ്പ് ഒറ്റക്ക് ചെയ്യുന്ന കാര്യമുണ്ട്. എല്ലാ വിഷയവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, പോകുന്ന വഴികൾ എല്ലാം ജപമാലയിൽ സമർപ്പിക്കും. ദൈവത്തിനേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാതെ കയറി വരുന്നവൻ പിശാചാണ്. അപ്പോൾ നമ്മൾ ജോബാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ നീതിമാനാണെങ്കിൽ ദൈവം പിശാച് പോകാൻ പറയും, നിനക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പിശാച് പറയും, ഞാൻ അപ്പോയിൻമെൻറ്റിന് വന്നതാണ്, അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പം പരീക്ഷിച്ചു, അവൻ്റെ ജീവൻ്റെ കൈവെക്കരുതെന്ന് പറയും. അപ്പം കണ്ടീഷണൽ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. പിശാചിന് കണ്ടീഷണൽ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. കാര്യം എന്താണ്, ജോബിന് ദൈവമായിട്ട് അണ്ടർക്കറണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് സഹനങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധമാണ്. സഹനം ഉണ്ടെങ്കിൽ ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല. സഹനം ഉണ്ടെങ്കിൽ ബന്ധം കൂടുകയല്ലേ വേണ്ടത്, കൂടുകയല്ല ചെയ്യണം സാധാരണ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളല്ല ഒന്നാണിത്. അപ്പം ഇതേപോലെ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് 100 മേനി എന്ന് പറയുന്നത്. 100 മേനി കൊയ്യാൻ നോക്കണം. ഓക്കെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എങ്ങനെയെങ്കിലും ഇത് അടപ്പിക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുടെ തിന്മകളുടെ ശക്തി കൂടുതലാണ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ വന്നെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി പേര് വന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവരതിൻ്റെ പെട്ടുപോയി.
അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവർ പാർട്ടി ചെന്ന് പറഞ്ഞു, ഞാൻ അത് അയാളെ വിളിച്ച് പറ ഇതൊന്ന് പെൻഡിങ്, ഇതൊന്ന് അയാളുടെ കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ പറയും. പാർട്ടിക്കാർ പക്ഷേ 2-3 പാർട്ടിയോ മാറി പറഞ്ഞിട്ട് പാർട്ടിക്കാർ അടുത്തില്ല, അവരെ മൈൻഡ് ചെയ്യില്ല വിഷയം. കാര്യം മുഷ്കന്മാരാണെങ്കിൽ ചില പാർട്ടിക്കാർ അടുക്കത്തില്ല, കാര്യം അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതാണ് ഈ മുഷ്കന്മാർക്കുള്ള പ്രശ്നം, പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് അവർ ഇവിടുത്തെ അയാളത്ത് പോയി കെട്ടിവെക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പാവത്തുങ്ങൾ നിസ്സഹായരായി പോകത്തില്ലേ. ഇതിങ്ങനെ ഒത്തിരി കേസുണ്ട്. അതിനുശേഷം പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, അപ്പോൾ അച്ഛൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞാനങ്ങും വരികയില്ല, ഞാൻ കേസ് എല്ലായിടത്തും കൊടുത്തിരിക്കണതാണ്, അതുകൊണ്ട് ഇതിൻ്റെ മധ്യസ്ഥയ്ക്ക് അച്ഛൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ അവർ മടക്കി. അപ്പോൾ ഇതിന് ഒന്നും നടക്കത്തില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവരെന്നാ ചെയ്ത്, അവരവിടെ നിന്ന് വന്ന് മാതാവിനോട് പറഞ്ഞു. അതാണ് വിഷയം, ഉടമ്പടിയുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എന്ന് പക്കാ ഒരു ജനകീയമായ ഇടപെടലാണ് ദൈവത്തിൻ്റെ. ഇവൾ ഉടമ്പടി ചെയ്ത് വെച്ചും മാതാവിൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ണീരിട്ട്, മാതാവേ ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ല, കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗ്ഗമില്ല, ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ആ വിഷയത്തിന് മേൽ തീരുമാനം. കാര്യം നമ്മൾ അപ്പോൾ അവർക്ക് വേറെ മാർഗമില്ലല്ലോ. അവരെന്നാ ചെയ്യുന്ന ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീണ പിറ്റേ ദിവസം ഭർത്താവും ഭാര്യയും കൂടി വെളുപ്പിന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയേച്ചും പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ പോയപ്പോൾ പഞ്ചായത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയണത്. പക്ഷേ ഈ ജയമോൾ എന്താ ചെയ്യിക്കണമെന്ന് അറിയാമോ? പിറ്റേ ദിവസം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പഞ്ചായത്തുകാരെ ഇത് ഒബ്ജക്ഷൻ ഉണ്ട്, കേസ് പോയിരിക്കണതാണ്, ഞങ്ങളുടെ ജോലി പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്ഥിരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജയമോൾ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ ഉപ്പ് കൊണ്ട് പഞ്ചായത്തിൻ്റെ പാതിക്കിലിടും വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ നിങ്ങൾക്ക് ഉപ്പ് തരുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കും ഇത് എന്ത് ഉപ്പ് കൊണ്ട് എന്നാ കാണിക്കാനാണൊക്കെ ഓർക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വചനത്തോട് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വചനം പോലെ തന്നെ എടുക്കണത്, ആവശ്യമില്ലാത്ത ദുർവ്യാഖ്യാനമൊന്നും ചെയ്യത്തില്ല. ദൈവം ഒരു കാലത്ത് ഉപയോഗിച്ച ഇന്നും തൻ്റെ മനുഷ്യവർഗത്തിൻ്റെ കണ്ണീരൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വചനം. അപ്പോൾ വചനത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതല്ല, ശരിക്കും പറഞ്ഞാൽ വചനം അനുഭവിക്കേണ്ടതാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആത്മാവ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ ഞാൻ എന്തിനാണ് നിങ്ങൾ ഉപ്പിടാനൊക്കെ പറയും. ഞാൻ പറയും ഉപ്പുണ്ടാക്കാൻ, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് ഇത്. കാര്യം ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്താണ്, പല അറബിയുടെ കേസ് നമ്മുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് കോടതിയിൽ പോയി പറഞ്ഞാൽ അറബി പറഞ്ഞാൽ മതി, പാസ്പോർട്ട് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ പാസ്പോർട്ട് അറബി പറയും നിങ്ങൾ ബ്ലഡി ഇന്ത്യൻസ്, നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അപ്പനെ മടക്കുമ്പോൾ അമ്മ വന്ന് ഉടമ്പടി ചെയ്തു ഉപ്പ് കൊണ്ടുപോയി 75,000 രൂപ ഫ്ലൈറ്റ് മുടക്കി ഫ്ലൈറ്റിൽ പോയി സൗദി പോയി അറബിയുടെ വാതിക്ക് പോയി ഉപ്പിട്ടും പോരും, ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിച്ചും പോരും. അപ്പം നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ. അതെ, അന്ധവിശ്വാസികൾക്ക് അന്ധവിശ്വാസമാണ്, വിശ്വാസികൾക്കിത് അതിജീവനത്തിനുള്ള മാർഗമാണ്. എന്താ കാര്യം, ഒരു കാലത്ത് ദൈവവചനത്തിൻ്റെ പാരമ്പര്യത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. എന്താ ചെയ്തിരിക്കണത്? അതായത് നമ്മ തോറ്റു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഉപ്പ് തരുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞ് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണില്ല. കിട്ടുമേ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ അവർ പറയുമ്പോൾ അവർക്ക് 3 ദിവസമേ ഉള്ളൂ ഇത് കിട്ടാൻ. ഇത് കിട്ടിയിട്ട് മാൾട്ടയിലേക്ക് വിടേണ്ടതാണ്, ഓസ്ട്രേലിയക്ക് മറ്റേ വിടേണ്ടതാണ്. അപ്പോഴേ അത് കിട്ടണ്ടേ? കിട്ടാൻ വേണ്ടി പരീക്ഷ വരണം തോറ്റതായിട്ടാണ് നേരത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അവർ തോക്കേണ്ട സാധ്യതയില്ല, ജയിച്ചതാണ്. അപ്പോൾ ജയിച്ച സർട്ടിഫിക്കറ്റും വേണം, എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണം. അതെല്ലാം 24 മണിക്കൂറിൽ വേണം. അവരെന്താ ചെയ്യണത്? അവർ യൂണിവേഴ്സിറ്റി കൊണ്ട് ഒപ്പിടും. ഈ ഇവർ നല്ലവണ്ണം പഠിച്ച ആളാണ്, ടീച്ചറാണേ, +2 ടീച്ചറാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ +2 ടീച്ചറിന് വിവരമില്ല, ഉപ്പൊക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റി ഇട്ട് എന്ത് കാരണം
പക്ഷേ 3 മണിക്കുള്ളിൽ അവർ ആ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും ജയിച്ച കാർഡുമായിട്ടാണ് നാട്ടിലോട്ട് പോരണത്. അതായത് ഇതെല്ലാം നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മീഡിയമാണ്. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മീഡിയമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് വിശ്വാസം കാണാൻ പറ്റത്തില്ല. കാണപ്പെടാവുന്ന ഈ കാണാത്ത വിശ്വാസത്തെ കാണപ്പെടുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. പറഞ്ഞു മനസ്സിലായില്ലേ? വിശ്വാസം ഓരോരുത്തരുടെ ഉള്ളിലിരിക്കണമല്ലേ, അത് കാണത്തില്ലല്ലോ. അപ്പം കാണാത്ത വിശ്വാസത്തെ നമ്മൾ എന്താ ചെയ്യണത്? അതിൻ്റെ കാണപ്പെടുന്ന അടയാളമാക്കി മാറ്റും. അതിനാണ് മനസ്സിലായില്ലേ? വിശ്വാസത്തെ ഇപ്പം കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശയുടെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യണത്, അതുപോലെ ഇതെല്ലാം ഒരു തരം കൂദാശ അനുകരണങ്ങളാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത വിശ്വാസത്തെ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോ ഉടമ്പടി തൈലം എടുക്കുമ്പോഴും നേർച്ച വസ്തുക്കൾ എടുക്കുമ്പോഴും നമ്മൾ ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ്, ചില സമയത്ത് ചില വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പറയും ഒരു കാശ് രൂപം കൊണ്ടുപോയി പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയിട്ട് പറയും ഇത് കൊണ്ടുപോയി നിങ്ങൾ പ്ലേസ് ചെയ്യണം എന്ന് പറയും. അപ്പം ഞാനെന്താ അത് ഉദ്ദേശിക്കണത്? ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശ് കർത്താവ് പിതാവായ ദൈവം കുഴിച്ചിട്ടിട്ടല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയത്, അല്ലേ? ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ രാശിയിലെ പാപങ്ങൾ മോചിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശ്, ക്രിസ്തുവിനോട് കൂടിയാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിടണത്. അത് മനസ്സിൽ നമ്മൾ കാണും. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അത് ക്രിസ്തുവിൻ്റെ രക്ഷ ഈ ഭൂമിക്ക് ദ്വാരം വെച്ച് അതിൻ്റെ ഉള്ളിൽ കുരിശ് കുഴിച്ചിട്ടിട്ട് ദൈവം നേടിയെടുത്ത രക്ഷാകര പദ്ധതി അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ആ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി, തരാത്ത വഴിക്ക് കൊണ്ടുപോയി ഈ കാശുരൂപം യേശുനാമത്തിലാണ് നമ്മളത് സ്ഥാപിക്കണത്. കുഴിച്ചിടുകയല്ല നമ്മൾ ചെയ്യണത്. എന്താ ചെയ്യണത്? പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ കുരിശ് ഭൂമി സ്ഥാപിച്ച് രക്ഷ നടപടുത്തിയ പോലെ നമ്മൾ ആ സ്ഥലം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറയും, ഞാൻ പറയും ഈ കാശുരൂപം നിങ്ങൾ അത് കൃത്യമായ ഫോർമുലയിൽ വ്യഞ്ചരിച്ച്, അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ 100% വിശ്വസിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ കാശുരൂപം വ്യഞ്ചരിച്ച് തരണത്. അത് അടയാളമാണ്. അടയാളം എന്ന് പറയുമ്പോൾ അതല്ല നമ്മളെ രക്ഷപ്പെടുത്തണത്, അതൊരു അടയാളമാണ്. അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ രക്ഷാകര പദ്ധതി, ദൈവികമായ ശക്തിയുണ്ട്. അത് എല്ലാം ഒരു വിശ്വാസി ആരത് ചെയ്യുന്നു ആ വിശ്വാസത്തിലാണ് അത് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ വിശ്വാസം നിങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് അത് ആക്ടിവിറ്റി ആകണത്. നിങ്ങളും തന്ന സംഭവത്തെ അതുപോലെ തന്നെ ഇപ്പം ജയമോൾ എന്താ ചെയ്തിരിക്കണത്? ജയമോൾ പഞ്ചായത്തിൻ്റെ വായ കൊണ്ട് ഉപ്പിട്ടും വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം എന്ന് പറയും. വിശ്വാസപ്രമാണം ചെല്ലാതെ നിങ്ങളൊന്നും ചെയ്യരുത്. വിശ്വാസപ്രമാണം എന്താണ്? വിശ്വാസപ്രമാണം ഒരു പ്രാർത്ഥനയല്ല, പിന്നെ എന്താണത്? പ്രഖ്യാപനമാണ്. എന്തിൻ്റെ പ്രഖ്യാപനമാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? രക്ഷ പ്രാപിക്കും. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്ത്യൻ പ്രേയറിൻ്റെ എല്ലാ ഡൈനാമിക്സും രക്ഷ പ്രാപിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. രക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? ലൂക്കാ 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നത്. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. എല്ലാ മേഖലകളും ക്രിസ്തുവിനെ പ്രാപിക്കണം. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ശരി, കാശുരൂപം എന്ന് വെച്ചാൽ പറയും നിങ്ങളുടെ ബെഡിൽ ഇത് കൊണ്ട് സ്ഥാപിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ്, ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ 3 IVF എടുത്ത് 11 കൊല്ലമായി മക്കളില്ല. 3 IVF എടുത്ത് 11 കൊല്ലമായി മക്കളില്ല. ഇപ്പം മരുന്നൊന്നും ഉപയോഗിക്കണില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 27 ദിവസത്തിനുള്ളിൽ അവൾ പ്രഗ്നൻ്റാണ്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ കുഞ്ഞിപ്പോൾ എവിടെ നിന്ന് വരികയാണ്? ശാസ്ത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റാൻ ഈ കുഞ്ഞിപ്പോൾ എവിടെ നിന്ന് വരികയാണ്? ക്രിസ്തുവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 പറയുമ്പോൾ നിങ്ങൾ പറയും എന്താ അച്ഛങ്ങനെ? ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തുവിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, ക്രിസ്തുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്ഥലമുണ്ട്,
ക്രിസ്തുവിൻ്റെ കയ്യിൽ ജപ്തി നടപടിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. തോറ്റ പരീക്ഷയെ, അതുപോലെ തന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞ നഷ്ടപ്പെട്ടു പോയ രേഖകളെ